+2 അക്കൗണ്ടൻസിയിലെ പാർട്ട് 2-ൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ AFS എന്ന ഭാഗത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന ഭാഗമാണ് ഹണി ട്രിക്സിന്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ നമ്മൾ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ AFS എന്ന പാർട്ടിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന പാർട്ടിൽ കമ്പനി, അതുപോലെ തന്നെ കമ്പനിയുടെ മീനിങ്, ഫ്യൂച്ചേഴ്സ്, ടൈപ്സ് ഓഫ് കമ്പനി ഒക്കെ പറഞ്ഞിരുന്നു. അത്തരം ഭാഗങ്ങളാണ്, തിയറി പാർട്ടുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ അതിലെ പ്രോബ്ലംസ് ആയിട്ടുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്, അതിന്റെ വിവിധ ഘട്ടങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോ +1-ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻസ് ഓഫ് പേഴ്സൺസ് ഫോംഡ് ത്രൂ എ പ്രോസസ് ഓഫ് ലോ ഫോർ അണ്ടർടേക്കിംഗ് ബിസിനസ്. ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജനങ്ങള് സ്വമേധയാ സംഘം ചേർന്നുകൊണ്ട് നിയമപ്രകാരം രൂപീകരിക്കുന്ന ഒന്നാണ് കമ്പനി എന്ന് പറയുന്നത്. ഇനി കമ്പനിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ഓഫ് ദ കമ്പനീസ് ആക്ട് 1956. 1956 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനിയെ ഡിഫൈൻ ചെയ്തു. എങ്ങനെ? എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്ത അല്ലെങ്കിൽ രൂപീകരിച്ച കമ്പനികളെയാണ് കമ്പനി എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയാണ് കമ്പനിയുടെ പ്രത്യേകതകളെന്ന് നമ്മൾ പഠിച്ചതാണ് എങ്കിൽ പോലും നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫ്യൂച്ചേഴ്സ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ പ്രത്യേകതകൾ +1-ൽ നമ്മൾ പഠിച്ചതാണ് എങ്കിൽ പോലും ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഓടിച്ച് പറയാം. ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിക്ക് നിയമപരമായി വേറിട്ട ഒരു നിലനിൽപ്പുണ്ട്. എ കമ്പനി ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം മെമ്പർ. മെമ്പർമാരിൽ നിന്നും വേറിട്ടുകൊണ്ട് കമ്പനിക്ക് നിലനിൽപ്പുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ലിമിറ്റഡ് ലയബിലിറ്റി. The liability of the members of a company is limited. ഒരു കമ്പനിയിലെ മെമ്പർമാരുടെ ബാധ്യത ലിമിറ്റഡ് ആണ്. സെപ്പറേഷൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. കമ്പനിയിൽ ഓണർഷിപ്പും മാനേജ്മെന്റും വേറെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഉടമസ്ഥർ വേറെയാണ്, അതിനെ ഭരണം നടത്തുന്നവര് വേറെയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. കമ്പനിയുടെ capital contribution. The authorized capital of a company is fixed by the memorandum of association. Memorandum of association ഒരു കമ്പനിയുടെ authorized capital പറഞ്ഞിരിക്കും, which can either increase or decrease. അത് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. Then perpetual successions. ഒരു സ്ഥായിയായ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ it has a continuous existence. കമ്പനിക്ക് തുടർച്ചയായിട്ടുള്ള നിലനിൽപ്പുണ്ട്. ഇറ്റ് എക്സിസ്റ്റൻസ് വിൽ നോട്ട് ബി എഫക്റ്റഡ് ബൈ ദ ഡെത്ത്, ഇൻസാനിറ്റി ഓർ ഇൻസോൾവൻസി ഓഫ് ദി മെമ്പേഴ്സ്. മെമ്പർമാരുടെ പാപ്പരത്വമോ ഡെത്തോ റിട്ടയർമെന്റോ ഒന്നും തന്നെ കമ്പനിയെ ബാധിക്കുന്നില്ല. അതിന് തുടർച്ചയായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്. ദെൻ കോമൺ സീൽ. കമ്പനി ഹാസ് ഇറ്റ്സ് ഓൺ സീൽ. കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സീലുണ്ട്. നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്കറിയാം കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ നിയമപരമായ ആവശ്യങ്ങൾക്കൊക്കെ കമ്പനിയുടെ സീലാണ് ഉപയോഗിക്കപ്പെടുന്നത്. ദെൻ റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളൊക്കെ ആക്സസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. കമ്പനിയുടെ ഷെയറുകൾ യഥേഷ്ടം ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ദെൻ ആനുവൽ ഓഡിറ്റ്. കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളൊക്കെ ഒരു വർഷത്തിന്റെ അവസാനം ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ദെൻ ടൈപ്സ് ഓഫ് കമ്പനി. കമ്പനിയുടെ വിവിധ തരങ്ങളും നമ്മൾ +1-ൽ പഠിച്ചതാണ് എങ്കിൽ പോലും അതിനെയൊക്കെ വിവിധ ഹെഡ്സുകളുടെ കീഴിൽ നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് വൺ, ചാർട്ടേഡ് കമ്പനി. എ കമ്പനി were brought into existence through a royal chart. റോയൽ ചാർട്ട് പ്രകാരം നിലവിൽ വന്ന കമ്പനികളെയാണ് ചാർട്ടേഡ് കമ്പനി. ഓർ പ്രൊക്ലമേഷൻ ബൈ ദ കിങ് ഓർ ക്യൂൻ. ഇംഗ്ലണ്ടിലെ രാജാവ് രാജ്ഞിയൊക്കെ വിളംബരം ചെയ്ത പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ആ വിളംബര പ്രകാരം രൂപീകരിച്ചിട്ടുള്ള കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒക്കെ ചാർട്ടേഡ് കമ്പനിക്ക് ഉദാഹരണമാണ്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. എ കമ്പനി ഫോംഡ് അണ്ടർ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ഓർ ആക്ട് പാസ്ഡ് ബൈ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് എ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. നിയമ നിർമ്മാണ സഭയിലോ പാർലമെന്റിലോ പ്രത്യേക നിയമം പാസാക്കിക്കൊണ്ട് രൂപീകരിക്കുന്ന കമ്പനികളെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയപ്പെടുന്നത്. പിന്നീട് രജിസ്റ്റേർഡ് കമ്പനിയാണ്. എ കമ്പനി വിച്ച് ഈസ്
ഇൻകോർപ്പറേറ്റഡ് ഓർ രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം രൂപീകരിച്ച അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളെയാണ് രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റിയുടെ ബേസിൽ കമ്പനിയെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്തു. 3 തരത്തിലുള്ള കമ്പനികളാണുള്ളത്. അതിലൊന്ന് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. കമ്പനി ഷെയറിൽ ബാധ്യത ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ളത്. ഹിയർ ദ ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർ ഹെൽഡ് ബൈ ദം. ഒരു കമ്പനിയിലെ മെമ്പർമാരെടുത്ത ഷെയറിന്റെ മുഖവിലയിൽ ബാധ്യത ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള കമ്പനികളെയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറഞ്ഞാൽ മെമ്പർമാരെടുത്ത ഷെയറിന്റെ മുഖവിലയിൽ ബാധ്യത ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള കമ്പനികളെയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറയപ്പെടുന്നത്. ദെൻ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഗ്യാരണ്ടിയിൽ ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സെർട്ടൈൻ കമ്പനി ഫോംഡ് ഫോർ ദ പ്രൊമോഷൻസ് ഓഫ് ആർട്ട്, സയൻസ്, കൾച്ചർ, റിലീജിയൻ. ചില കമ്പനികൾ ആർട്ട് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ കൾച്ചർ, റിലീജിയൻ പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള കമ്പനികൾ. ദേ ഹാവ് നോ പ്രോഫിറ്റ് മോട്ടീവ്. അവരെന്തില്ല, ലാഭം പ്രതീക്ഷിച്ചു കൊണ്ടുള്ളതല്ല. The liability of members is limited by the amount guaranteed by them. അത്തരം കമ്പനിയിൽ മെമ്പർമാർക്ക് ഒരു പ്രത്യേക എമൗണ്ട് ഗ്യാരണ്ടി നൽകിയിട്ടുണ്ടാവും. സച്ച് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അത്തരം കമ്പനികളെയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് കമ്പനി. അണ്ടർ ദ കമ്പനി ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് അൺലിമിറ്റഡ്. ഇത്തരത്തിലുള്ള കമ്പനികളിലെ മെമ്പർമാരുടെ ബാധ്യത അൺലിമിറ്റഡ് ആയിരിക്കും. ദെൻ അതോടൊപ്പം തന്നെ ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ഹെഡ്സിൽ പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനികളെ വീണ്ടും 2 ആയിട്ട് തരംതിരിച്ചു. നമ്മൾ പ്രത്യേകം +1 പഠിച്ചതാണ്. അതിലൊന്ന് പ്രൈവറ്റ് കമ്പനിയാണ്. എ കമ്പനി സെറ്റ് ടു ബി പ്രൈവറ്റ് വിത്ത് ദ ഫോളോയിങ് കണ്ടീഷൻ. ഒരു കമ്പനിയെ നമുക്ക് താഴെ പറയുന്ന കണ്ടീഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കമ്പനികളെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയാം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ലിമിറ്റ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു 200 ആണ്. മെമ്പർമാരുടെ എണ്ണം 200 ആയിട്ട് ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള കമ്പനി. ഏത് പ്രകാരം? കമ്പനീസ് ആക്ട് 2013 2013 കമ്പനീസ് ആക്ട് പ്രകാരം മെമ്പർമാരുടെ മാക്സിമം എണ്ണം 200 ആയിട്ട് ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പ്രീവിയസ് 1956 1956 കമ്പനീസ് ആക്ട് പ്രകാരം മെമ്പർമാരുടെ എണ്ണം മാക്സിമം 50 ആയിരുന്നു. 2013 ആക്ട് പ്രകാരം ഇതിനെ 200 ആക്ട് ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള കമ്പനി. അതുപോലെ തന്നെ റെസ്ട്രിക്ട് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയറുകൾ യഥേഷ്ടം കൈമാറ്റം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ടുള്ള. അതുപോലെ മൂന്നാമത്തെ കണ്ടീഷൻ പ്രൊഹിബിറ്റ് ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർ ആൻഡ് ഡിബഞ്ചർ. പൊതുജനങ്ങളിൽ നിന്നും ഷെയറും ഡിബഞ്ചറുകളും ഒക്കെ ക്ഷണിക്കപ്പെടാൻ പറ്റാത്തതായിട്ടുള്ള കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയപ്പെടുന്നത്. ഇനി വാട്ട് ഈസ് പബ്ലിക് കമ്പനി? എന്താണ് പബ്ലിക് കമ്പനി എന്ന് ചോദിച്ചാൽ ഈ 3 കണ്ടീഷനൊന്നും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട് ഓഫ് 1956 1956 കമ്പനീസ് ആക്ട് പ്രകാരം എ പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനികളല്ലാത്ത കമ്പനികളെയൊക്കെ പബ്ലിക് കമ്പനി എന്ന് പറയപ്പെടുന്നു. ഇനി അതർ ടൈപ്പ് ഓഫ് കമ്പനി. ഇനി നാലാമത്തെ ഹെഡ്സിൽ നമ്മൾ അതർ ടൈപ്സ് ഓഫ് കമ്പനിയാണ്. അതിൽ ഒന്ന് ഇന്ത്യൻ കമ്പനി ഓർ ഡൊമസ്റ്റിക് കമ്പനിയാണ്. ഇറ്റ് ഈസ് എ കമ്പനി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ രൂപീകരിച്ച കമ്പനികളെയാണ് ഇന്ത്യൻ കമ്പനി എന്ന് പറയപ്പെടുന്നത്. ദെൻ ഫോറിൻ കമ്പനി. ഇറ്റ് ഈസ് വൺ ഓഫ് ദാറ്റ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഹാവിംഗ് ബിസിനസ് ഓപ്പറേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്ന കമ്പനികളെയാണ് ഫോറിൻ കമ്പനി എന്ന് പറയപ്പെടുന്നത്. ദെൻ ഗവൺമെന്റ് കമ്പനി. ഇറ്റ് ഈസ് എ കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% of share capital is held by central government or by any state government or government partly by the central government and partly by one or more state government. ഒരു കമ്പനിയുടെ 51% കൂടുതൽ ഓഹരികൾ കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനികളെയാണ് നമ്മൾ ഗവൺമെന്റ് കമ്പനി എന്ന് പറയപ്പെടുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ +1 അതിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്.
അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ദെൻ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി. എ ഹോൾഡിംഗ് കമ്പനി ഈസ് വൺ വിച്ച് hold not less than 51% of the paid up capital of other company. മറ്റൊരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 51% കൂടുതലും ഒരു കമ്പനിയാണ് കൈവശം വെച്ചിരിക്കുന്നത് എങ്കിൽ ആ കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്പനിയുടെ 51% കൂടുതൽ ഓഹരികളും ഒരു കമ്പനി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്നും, ആ കൈവശം വെച്ച കമ്പനിയെ നമ്മൾ സബ്സിഡിയറി കമ്പനി എന്നും പറയപ്പെടുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് വിവിധ ടൈപ്സ് ഓഫ് കമ്പനി എന്നുള്ള ഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഒരു 1 വേർഡ് അല്ലെങ്കിൽ 2 വേർഡ് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന്റെ ചോദ്യമൊക്കെയാണ് ഈ ഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഈ ഒരു ഏരിയയിൽ നിന്ന്. പിന്നീട് നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനിയാണ്. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിക്കുന്നത് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ അത് ഇഷ്യൂ ചെയ്യുന്നതും അതിൻ്റെ വിവിധ ഘട്ടങ്ങളും അതിൻ്റെ പലതരത്തിലുള്ള ഇഷ്യൂസൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കളക്റ്റഡ് ബൈ ദ കമ്പനി ഇഷ്യൂയിങ് ഓഫ് ഷെയർ ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനി ഷെയർ ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനി സമാഹരിച്ച ക്യാപിറ്റലിനെയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയപ്പെടുന്നത്. ഇനി എന്താണ് ഷെയർ? വാട്ട് ഈസ് ഷെയർ? The share capital of a company divided into number of equal portions. Each portions is called share. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ വിവിധ ഭാഗങ്ങളാക്കി തിരിച്ചതിൽ ഒരു ഭാഗത്തെയാണ് ഷെയർ എന്ന് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ 10 ലക്ഷം രൂപയാണ്. അതിനെ 100 രൂപയോ അല്ലെങ്കിൽ 10 രൂപയോ ഉള്ള വിവിധ ഭാഗങ്ങളാക്കി തിരിച്ചെങ്കിൽ അതിലെ ഒരു ഭാഗം, ഒരു 100 രൂപ എന്ന് പറയുന്ന ഒറ്റ ഒന്നിനെ നമ്മൾ പറയപ്പെടുന്ന പേരാണ് ഷെയർ എന്ന് പറയപ്പെടുന്നത്. ഇനി വിവിധ ഷെയറുകൾ ഏതൊക്കെയാണ് ഷെയർ ക്യാപിറ്റലിലെ വിവിധ ഭാഗങ്ങൾ എന്ന ഒന്ന് ഓതറൈസ്ഡ് ഓർ രജിസ്റ്റേർഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ. എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് വിച്ച് എ കമ്പനി ഈസ് ഓതറൈസ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർ. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മാക്സിമം എമൗണ്ട് കമ്പനിയിൽ ഓതറൈസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. എമൗണ്ട് ഈസ് മെൻഷൻ ഇൻ ദ ക്യാപിറ്റൽ ക്ലോസ്. ഈ ഒരു എമൗണ്ട് ക്യാപിറ്റൽ ക്ലോസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ ക്ലോസിൽ പറഞ്ഞ മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റാവുന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയപ്പെടുന്നു. ഈ ഇഷ്യൂഡ് ക്യാപിറ്റലോ, ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്നും കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ട് കമ്പനി ക്യാപിറ്റൽ ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ കമ്പനി പൊതുജനങ്ങളിലേക്ക് നൽകുകയാണ്, ഇഷ്യൂ ചെയ്യുകയാണ് എങ്കിൽ അതിനെ പറയുന്ന ആ 5 ലക്ഷത്തെ പറയുന്ന പേരാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഒഫേർഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഈസ് കോൾഡ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. പൊതുജനങ്ങളിലേക്ക് അവർ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള ക്യാപിറ്റലിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. ദെൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എന്താണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇത് ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ് വിച്ച് ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പേഴ്സൺസ്. അത് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഏറ്റെടുത്ത ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 ലക്ഷം രൂപയാണ്. അതിൽ നിന്നും 5 ലക്ഷം രൂപ പൊതുജനങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു, അതിനെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. അതിൽ 3 ലക്ഷം രൂപയാണ് പൊതുജനങ്ങൾ ഏറ്റെടുത്തത് എങ്കിൽ ആ ഏറ്റെടുത്ത 3 ലക്ഷത്തെ നമ്മൾ പറയുന്ന പേരാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. പിന്നീട് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ പൊതുജനങ്ങൾ ഏറ്റെടുത്തു എന്ന് സങ്കല്പിക്കുക നമ്മൾ. അതിൽ തന്നെ എന്ന് പറഞ്ഞാൽ ദ പോർഷൻസ് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ദ ഡയറക്ടേഴ്സ് റിക്വയർ ദ ഷെയർ ഹോൾഡർ ടു പേ ദ ഷെയർ അലോട്ടഡ് ടു ദം ഈസ് നോൺ ആസ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ പൊതുജനങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്തു, അതിൽ 2 ലക്ഷം രൂപ പൊതുജനങ്ങൾ ഏറ്റെടുത്തു എന്ന് കരുതുക. ആ ഏറ്റെടുത്തതിൽ നിന്ന് തന്നെ
കമ്പനി വിവിധ ഘട്ടങ്ങളായിട്ടാണ് അതിനെ വിളിക്കാറുള്ളത്. അങ്ങനെ കമ്പനി വിളിച്ച എമൗണ്ടിനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. ഒന്നും കൂടെ പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒരു 10 ലക്ഷം രൂപയാണ്. അതിൽ നിന്നും പൊതുജനങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്തത് 5 ലക്ഷം രൂപയാണ്. ആ ഇഷ്യൂ ചെയ്തതിൽ നിന്ന് 3 ലക്ഷം രൂപയെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ആ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൽ തന്നെ നമ്മൾ വിവിധ ഘട്ടങ്ങളായിട്ടാണ്, അഥവാ അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളായിട്ടാണ് അതിനെ സമാഹരിക്കാറുള്ളത്. അത്തരത്തിൽ എത്ര രൂപ, ഇപ്പോൾ 1 ലക്ഷം രൂപ മാത്രമേ അത് വിളിച്ചിട്ടുള്ളൂ കമ്പനിയെങ്കിൽ അത്തരം ആ 1 ലക്ഷം രൂപയെ നമ്മൾ പറയുന്ന പേരാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി അതുപോലെ തന്നെ അൺകോൾഡ് ക്യാപിറ്റൽ, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ ഭാഗമാണ്. എ കമ്പനി വിച്ച് നോട്ട് ബീൻ കോൾഡ് അപ്പ് ആസ് ഓൺ എനി പർട്ടിക്കുലർ ഡേറ്റ്, ഒരു പ്രത്യേക ടൈമിൽ കമ്പനി വിളിക്കപ്പെടാത്ത എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്നും അല്ല, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വിളിച്ച എമൗണ്ട് ആണ്. ഇനി വിളിക്കപ്പെടാത്ത ഭാഗത്തിനാണ് നമ്മൾ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് അൺറിസർവ്ഡ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്ഡ് ക്യാപിറ്റൽ. ഇത് റിസർവ് ക്യാപിറ്റലും അൺറിസർവ്ഡ് ക്യാപിറ്റലും ഒക്കെ ഉൾപ്പെട്ടതാണ്. ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ദ പാർട്ട് ഓഫ് ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ദ ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ യഥാർത്ഥത്തിൽ കൊടുത്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പനി വിവിധ ഘട്ടങ്ങളായിട്ടാണ് വിളിക്കപ്പെടുക. അതിലിപ്പോൾ ഒരു 10,000 രൂപ വരെ വിളിച്ചു എന്ന് കരുതുക. അതിൽ 10,000-ൽ 5,000 രൂപ മാത്രമേ നൽകിയിട്ടുള്ളൂ എങ്കിൽ ആ നൽകിയ എമൗണ്ടിന് പറയപ്പെടുന്ന പേരാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അഥവാ അടച്ച ക്യാപിറ്റൽ എന്ന് പറയപ്പെടുന്നത്. ദെൻ റിസർവ് ക്യാപിറ്റൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, റിസർവ് ക്യാപിറ്റൽ ആണ്, അല്ലാതെ ക്യാപിറ്റൽ റിസർവ് അല്ല. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ, വിളിക്കപ്പെടാത്ത ക്യാപിറ്റലിന്റെ ഭാഗമാണ്. വിച്ച് ദ കമ്പനി ഹാസ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ, കമ്പനി ഒരു പ്രത്യേക പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ദാറ്റ് ഡിസൈഡഡ് നോട്ട് കോൾ അപ്പ് ദ എക്സെപ്റ്റ് ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി, കമ്പനി പിരിച്ചുവിടുമ്പോൾ മാത്രം ഉപയോഗിക്കപ്പെടുന്ന ക്യാപിറ്റലിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ മുന്നേ ഒരു ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഭാഗങ്ങളും അതുപോലെ തന്നെ ഷെയറിൻ്റെ വിവിധ തരത്തിലുള്ള ഷെയറുകളൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി